ഇൽമ് എന്താണ്, ദീന് എന്താണ് എന്ന് ലോകത്തിന് ആലിമ് കാണിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ലോകത്തിന് കാണിച്ചു കൊടുത്ത, രാഷ്ട്രത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത, എല്ലാവർക്കും തെളിവ് സഹിതം അതെല്ലാം വ്യക്തമാക്കി കൊടുത്ത ഈ കാലഘട്ടത്തിൽ പടച്ച തമ്പുരാൻ നമുക്ക് മുന്നിൽ നിലനിർത്തി തന്ന വലിയ കത്തിജ്വലിക്കുന്ന ദീപസ്തംഭമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. അവിടുത്തെ വെറുത്ത ആളുകൾ ഇപ്പോൾ മാറ്റി പറയുകയാണ്. ഇപ്പോൾ അവിടുത്തേക്ക് ശത്രുക്കളില്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അള്ളാഹു ഇനിയും നമുക്ക് നല്ല വാർത്തകൾ കേൾപ്പിച്ചു തരട്ടെ, നല്ല കാഴ്ചകൾ അള്ളാഹു കാണിച്ചു തരുമാറാകട്ടെ. രാഷ്ട്രം മരവിച്ചു നിന്നേടത്ത്, സുപ്രീം കോടതി കൈമലർത്തി കാണിക്കുന്നിടത്ത് ഉത്തരവാദപ്പെട്ടവർ നിസ്സഹായരായി വായും പൊളിച്ച് അങ്ങനെ നിൽക്കുന്ന നേരത്ത് ഉസ്താദ് അവർകളുടെ ഒരു വാക്ക്, ഒരു ഫോൺ കോൾ, അതുകൊണ്ടുണ്ടായ അത്ഭുതം, മഹാവിസ്മയം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഉസ്താദ് അവർകൾ ഓടിത്തളർന്നത് എത്രയെത്ര കിലോമീറ്ററുകളാണ് പരിശുദ്ധ ദീനിന് വേണ്ടി. നമ്മൾ ഓർക്കണം, ഒരുപാട് രാപ്പകലുകളിൽ ഉസ്താദ് അവർകൾ വഅദ് പറഞ്ഞ് നമുക്ക് എത്രയെങ്കിലും നേരം ഉത്ബോധനം തന്നത്, അതിനെല്ലാം പടച്ച തമ്പുരാൻ കൊടുത്ത അംഗീകാരവും വലിയ പ്രതിഫലവും നമ്മളിപ്പോ കാണുകയാണ്, വായിച്ചറിയുകയാണ്. സഹോദരന്മാരെ, ഒരാള് കൊലപാതകം ചെയ്താൽ ഉചിതമായ രൂപത്തിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ, സമയമെടുത്ത് വിസ്തരിച്ച് കോടതി അതിന്റെ തീർപ്പങ്ങ് പറഞ്ഞാൽ വധശിക്ഷ, വലക്കും ഫിൽ ഖിസാസി ഹയാ, അതൊരു അനിവാര്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആ സംഭവങ്ങളെ നമുക്ക് ചരിത്രത്തിൽ കുറച്ചൊക്കെ വായിക്കാനും കഴിയും. വിസ്താരം പൂർത്തിയായി വധശിക്ഷ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിശ്ചിത ഡേറ്റ് പ്രഖ്യാപിക്കുന്നു. ആരാച്ചാർ ഒരുങ്ങി അങ്ങ് വരുന്നു. സുബ്ഹാനല്ലാഹ്, ഒറ്റ വെട്ട്, അതോടെ കാര്യം പൂർത്തിയായി. ആ ഒറ്റ വെട്ടിന്റെ പേരാണ് നിമിഷക്രിയ എന്നത്. ഒറ്റ വെട്ടുകൊണ്ട് പരിപാടി പൂർത്തിയായി പോകും. അങ്ങനെ ഒരാളെ നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ശേഷക്രിയ. ബാക്കിയുള്ളവർ കൊണ്ടുപോയി അത് മറവു ചെയ്യുക. ഇത്ര മാത്രമാണ്. 24 മണിക്കൂറിനുള്ളിൽ, ഇല്ല 12 മണിക്കൂറിനുള്ളിൽ ഈ രാജ്യം നൊന്തുപറ്റ ഒരു സ്ത്രീ അങ്ങനെ ലോകത്തെവിടെയോ മറ്റൊരിടത്ത് കൊല്ലപ്പെടുന്ന അവസ്ഥ വന്നപ്പോൾ ഭരണകൂടം കൈമലർത്തി 2 AC ഒരു സഹോദരൻ. അല്ലാഹു അക്ബർ, നീ ദറജകൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, തൗഫീഖ് ഏറ്റി കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? നീ അത് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹം പടച്ചവനെ സ്നേഹിക്കുന്ന ആളാണ്, മുത്തു റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ആളാണ്, ഉസ്താദ് അവർകളെ ബഹുമാനിക്കുന്ന ആളാണ്. ഈ സദസ്സിലെ ചോദ്യം അദ്ദേഹം ഉൾക്കൊണ്ടു. മസ്ജിദിന് അദ്ദേഹം നൽകിയ വലിയ സമ്മാനം, ഈ പള്ളിയിൽ ബാങ്ക് മുഴങ്ങുന്ന കാലത്തോളം, ഈ പ്രദേശത്ത് ഖുർആൻ ഉയർന്നു കേൾക്കുന്ന കാലത്തോളം, അലിഫെന്ന അക്ഷരം ഉച്ചരിക്കാൻ ഈ നാട്ടിൽ ആളുള്ള കാലത്തോളം നീ അദ്ദേഹത്തിനും കുടുംബത്തിനും ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഖബറിലും പരലോകത്തും വലിയ സമ്മാനങ്ങൾ നൽകണേ അല്ലാ. ഞങ്ങളെയൊക്കെ ദുആ നീ കബൂലാക്കണേ തമ്പുരാനെ. സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഭരണകൂടം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ. അവിടെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ഒരു വാക്ക് പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞ വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉസ്താദ് ഞാനാരാണ് എന്ന് പറഞ്ഞില്ല, തൻ്റെ സമ്പാദ്യങ്ങൾ എന്താണ് അത് പറഞ്ഞില്ല, താൻ ഇതുവരെ ചെയ്തു വെച്ച വീരകൃത്യങ്ങൾ എന്താണ് അത് പറഞ്ഞില്ല. ഉസ്താദ് പറഞ്ഞത് ഒരേ ഒരു വാക്കാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് മറ്റൊരു മതസംഹിതയിലും
ഒരു നിയമപുസ്തകത്തിലും ഇല്ലാത്ത ഒരു സംവിധാനം മനുഷ്യരാശിക്ക് ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, സാഹോദര്യം പരിഗണിച്ച് ആരെങ്കിലും ഈ വിഷയത്തിൽ ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, കോടതി അങ്ങ് തീരുമാനിച്ചു കളയുകയല്ല, ഭരണകൂടം അങ്ങ് കേറി ഇടപെടുകയല്ല. വേദന അനുഭവിച്ചത് ബന്ധുക്കളാണ്. അവരുടെ സൗമനസ്യം കൊണ്ട് ഈ വിഷയത്തിൽ മാപ്പരുളുകയാണെങ്കിൽ ഫത്തിബാഉൻ, എല്ലാവരും അതിനെ പിന്തുണച്ച് സപ്പോർട്ട് ചെയ്തു കൊള്ളണം. വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, മാന്യമായി ആ വിഷയത്തിൽ മനുഷ്യത്വമുള്ളവർ ചേർന്നു കൊടുക്കണം. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഇസ്ലാമിന്റെ മതസംഹിതയാണ്, ലോകത്ത് വേറെവിടെയും ഇല്ലാത്തതാണ്. അത് പറഞ്ഞത് അള്ളാഹുവാണ്. അത് തെളിയിക്കാനുള്ള ഒരു രംഗം അള്ളാഹു നമ്മുടെ മുന്നിൽ തന്നത് നമുക്ക് പടച്ചോൻ ചെയ്ത കാരുണ്യമാണ്. അതുകൊണ്ട് എന്നു പറഞ്ഞാണ് ഉസ്താദ് വിഷയത്തെ സമീപിച്ചതെങ്കിൽ ആലോചിച്ചു നോക്കൂ. മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞത് ഫൽയുദ്ഹിരിൽ ആലിമു ഇൽമഹു, ഒരു ആലിമ് അള്ളാന്റെ ദീന് എന്താണ് അതാണ് പറയുന്നത്. ഒരു ആലിമ് അള്ളാന്റെ ഖുർആൻ എന്തു പറഞ്ഞു അതാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. രാജ്യത്തിനു തണലായി, ലോകത്തിനു തണലായി ആ സമ്പന്നമായ ജീവിതം അള്ളാഹു ഇനിയും ഇനിയും നമുക്ക് നീട്ടി നീട്ടി തരുമാറാകട്ടെ. ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അന്നത്തെ ഒരു മഹാത്മാവ്. സഹോദരന്മാരെ, ലോകത്ത് സഞ്ചാരികളാണ് പണ്ട് ദീനൊക്കെ പ്രചരിപ്പിച്ചത്. 1,00,000 കിലോമീറ്റർ സഞ്ചരിച്ച ഇമാമിങ്ങളുണ്ട്. അതിൽ കൂടുതലും കുറച്ചും ഏതാണ്ട് ആ രൂപത്തിലൊക്കെ സഞ്ചരിച്ച ഇമാമിങ്ങളെ ചരിത്രം പരിചയപ്പെടുത്തുന്നു. അവര് കുതിരപ്പുറത്താണ് സഞ്ചരിച്ചത്, കഴുതപ്പുറത്താണ് ബാക്കി പൂർത്തീകരിച്ചത്, ഒട്ടകപ്പുറത്താണ് അവര് മരുഭൂമിയിൽ യാത്ര ചെയ്തത്. അത്രയൊക്കെ ദൂരമേ അവർക്ക് കവർ ചെയ്യാൻ കഴിയുള്ളൂ. 3-4 ദിവസങ്ങൾ കൊണ്ട്, കൂടിപ്പോയാൽ 2 ആഴ്ച കൊണ്ട് അത്രയും ദൂരം കവർ ചെയ്ത് ലോക ചരിത്രത്തിൽ പഴയകാലത്തെ യാത്രാനുഭവങ്ങളെ മുഴുവനും തോൽപ്പിച്ചുകൊണ്ടാണ് 55 കൊല്ലം യാത്ര ചെയ്ത ഉസ്താദിന്റെ ജീവിതം പരിശുദ്ധ ദീനിനു വേണ്ടി നമ്മൾ ഓർക്കണം. ഇന്ന് 87ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോഴും ഉസ്താദ് അവർകൾ നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസാഫിർ മുസ്തജാബു ദഅവത്താണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കുടുംബം പോറ്റാനുള്ള കഷ്ടപ്പാടിന് നമ്മൾ എവിടെയോ പോയതാണ്, റങ്കൂണിലേക്ക് പണ്ട് കാലത്ത്, പിന്നെ കൊളംബോയിലേക്ക് വേറൊരു കാലത്ത്, പിന്നെ അങ്ങനെ പോയതാണ്. കാക്ക പറന്നെത്തുന്നിടത്തൊക്കെ, കാക്കച്ചി പറന്നെത്തുന്നിടത്തൊക്കെ കാക്കാമാരും പറന്നെത്തുന്ന ഒരു കാലം. സുബ്ഹാനല്ലാഹ്, കുടുംബം പോറ്റാനല്ലേ, കഞ്ഞി വെക്കാനല്ലേ, കടം വിട്ടാനല്ലേ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ആളുകള് ഹലാലായ ആഹാരം അതിനു വേണ്ടി യാത്ര ചെയ്താൽ പോലും കൂലിയുണ്ട്, ദുആക്കുത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, അനേകായിരം അലിമീങ്ങളെ വളർത്താൻ, അനേകായിരം യതീമുകളെ പോറ്റാൻ, അനേകായിരം പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ, അനേകായിരം പെൺകുട്ടികളെ കെട്ടിക്കാൻ, അനേകായിരം പള്ളികൾ നിർമ്മിക്കാൻ ഈ സമൂഹത്തിൽ കഴിഞ്ഞ 60 കൊല്ലത്തിലേറെ കാലമായി പൊള്ളുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആരുമാണ് വേറെ നമ്മൾ കണ്ടത്? വേറെ ആരെയും കണ്ടിട്ടില്ല. ഈ നാട്ടിൽ ഇങ്ങനെ ആരെയെങ്കിലും പരിചയപ്പെടുത്താനുണ്ടോ? വേറെ ആരെയും പരിചയപ്പെടുത്താനില്ല. ഇസ്ലാമിക സമൂഹത്തിന് 1.5 സഹസ്രാബ്ദത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 1500ാമത്തെ മീലാദ് മാസമാണ് വരുന്നത്. സമ്പന്നമായ ഈ പഴയകാലത്തെ ചരിത്രത്തിന്റെ ഇന്നലത്തെ പരിമിതികളൊക്കെ നമ്മൾ പരിഗണിക്കുക. ഇങ്ങനെ ഒരു വലിയ മനുഷ്യനെ
അല്ലാഹു നമുക്കല്ലേ തന്നിട്ടുള്ളൂ. ഒന്നാലോചിച്ചു നോക്ക്. അഫ്ളലുൻ നിഅം, പടച്ചോൻ തന്ന വലിയ നിഅമത്ത് അൽ ഐനു സാഹിറത്തു, ഉറക്കമൊഴിക്കുന്ന കണ്ണുകളാണ്. ലിൽ ഐനിൻ നായിമത്തി, ഉറങ്ങുന്ന കണ്ണുകൾക്ക് കാവലിരിക്കാൻ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഉമ്മത്ത് ഉറങ്ങിയപ്പോ നമ്മുടെ പലരും കട്ടെടുത്തപ്പോൾ, നമ്മളെ പലരും കളിയാക്കിയപ്പോൾ, പുച്ഛിച്ചു തള്ളിയപ്പോൾ, നമ്മളെ പലരും പരിഹസിച്ച് കറിവേപ്പില പോലെ ആക്കിക്കളഞ്ഞപ്പോൾ വിടൂല എന്നു പറഞ്ഞ് എഴുന്നേറ്റു നിന്നത്, തിരിഞ്ഞു നിന്നത്, സംസാരിച്ചു തുടങ്ങിയത്, സമരം നയിച്ചത്, നമ്മെ വളർത്തിയത്, നമുക്കെല്ലാം പറഞ്ഞു തന്നത്, ലോകത്തൊന്നാകെ സഞ്ചരിച്ച് എൻ്റെ നാട്ടിനും എൻ്റെ സമുദായത്തിനും എനിക്കെന്ത് സമ്പാദിക്കാനും സംഭരിക്കാനും കഴിയും എന്നാലോചിച്ച് 24 മണിക്കൂറിൽ 22 മണിക്കൂറും ഉറങ്ങാതെ അങ്ങനെ ഒരു ജീവിതമായിരുന്നുവല്ലോ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റേത്. ഒന്നാലോചിച്ചു നോക്കൂ. അള്ളാഹു വലിയ ഖബൂല് നൽകട്ടെ. അള്ളാഹു ആ സംഭവം ഇനിയും നമുക്ക് തണലായി നീട്ടി തെരുമാറാകട്ടെ. 4 കൊല്ലം മുമ്പ് നമ്മൾ കേട്ടു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബ്ഹാനല്ലാഹ് മഹത്തായ മസ്ജിദിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളോടൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ് അവരൊക്കെ ഷഹർ മുബാറക്കും കണ്ട് സന്തോഷത്തോടെ പിരിഞ്ഞു പോയിരിക്കുന്നു. പെട്ടെന്നല്ലേ നമ്മളൊരു വാർത്ത കേട്ടത്. പിന്നെ എല്ലാവരും ഭയന്നുപോയി, പേടിച്ചുപോയി, കരഞ്ഞുപോയി. നമുക്കറിയാം 9 ഡോക്ടർമാർ ഒരു മുറിയിൽ കുറേ രാപ്പകലുകൾ ഉറക്കമിളച്ചു കാവലിരുന്നപ്പോ അതിൽ 8 പേരും പറഞ്ഞത് വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു എന്നാണ്, ഇനിയൊന്നും ചെയ്യാനില്ല എന്നാണ്, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കൂ എന്നാണ് അവർ 8 പേരും പറഞ്ഞതെങ്കിൽ പാവം അനാഥ കുടിലുകളിൽ നിന്ന് ഉസ്താദ് കയ്യിൽ കോരിയെടുത്ത് സ്കൂള് പഠിപ്പിച്ച് മദ്രസയിൽ കിതാബ് ചൊല്ലിക്കൊടുത്ത് ഉന്നത പഠനങ്ങളിലേക്ക് ഉസ്താദ് തന്നെ പണമടച്ച് കൂട്ടിക്കൊണ്ടുപോയി ചേർത്തിക്കൊടുത്ത് ഉസ്താദ് തന്നെ വളർത്തിയെടുത്ത നല്ല ഡോക്ടർമാര് സുബ്ഹാനല്ലാഹ് അവര് യാസീൻ ഓതുകയാണ്. ഉസ്താദിനെ അവര് തന്നെ ചികിത്സിക്കുകയാണ്. അവര് പുറം ലോകത്തോട് യാസീൻ ഓതാനും നോമ്പ് നോൽക്കാനും സ്വലാത്തുകൾ ചൊല്ലാനും ആവശ്യപ്പെടുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന നല്ല ഡോക്ടർമാർ സുബ്ഹാനല്ലാഹ്. പിന്നെയാണ് നമ്മൾ ആശ്വാസത്തിന്റെ വാക്കുകൾ കേട്ടത്. അൽഹംദുലില്ലാഹ് 99% റിക്കവറി. നമ്മൾ ഈ സ്റ്റേജിൽ അതാണ് ഇവിടെ കണ്ടത്. ആ ഓർമ്മകൾക്ക് തിളക്കം കൂടിയിട്ടേ ഉള്ളൂ, ആ സംസാരത്തിന് മാധുര്യം കൂടിയിട്ടേ ഉള്ളൂ, ആ പാണ്ഡിത്യത്തിന് ആഴം കൂടി വന്നിട്ടേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ആ ശബ്ദ സൗകുമാര്യം തിരിച്ചു വന്നിട്ടുണ്ട്. ആ മുഖത്തിന്റെ വല്ലാത്ത തേജോ പ്രഭാവം തിരിച്ചു വന്നിട്ടുണ്ട്. പടച്ചോൻ നമുക്ക് ചെയ്ത നിഅമത്ത് എത്ര വലിയ നിഅമത്താണ്. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ വരക്കൽ മുല്ലക്കോയ തങ്ങളെ മക്കളല്ലേ? നമ്മൾ കോഴിക്കോട്ട് പുതിയ സുലൈമാൻ മുസ്ലിയാരെ മക്കളല്ലേ? നമ്മൾ CM വലിയുള്ളാന്റെ പ്രിയപ്പെട്ട പ്രജകളല്ലേ? ആ മഹത്തുക്കളിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മുടെ നാട്ടിൽ വേറെ ആരെങ്കിലും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. വേറെ ഏതോ നാട്ടിലെ ഒരു വിഷയത്തിൽ ഉസ്താദ് ഇടപെടുമ്പോ ഉസ്താദ് ബടായി ഒന്നും പറഞ്ഞില്ല. അവിടൊക്കെ എനിക്ക് ആളുണ്ട് എന്ന് പറഞ്ഞു പൊങ്ങച്ചം കാണിച്ചില്ല. ഉസ്താദ് പറഞ്ഞു, ഞാനൊരു ആലിമിനെ വിളിച്ചു, അയാൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അയാൾ എപ്പോഴും ഇവിടെ വരുന്ന ആളല്ലേ? അയാളെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ മനസ്സിലാകുമല്ലോ, ഇപ്പൊ വിളിച്ചാൽ കിട്ടുമല്ലോ. ഞാൻ അയാളോട് പറഞ്ഞു, അയാൾ അവരോട് സംസാരിച്ചു. അൽഹംദുലില്ലാ, അല്ലാഹ് കാര്യം എളുപ്പാക്കി തന്നു. എത്ര ക്ലിയറാണ് ആ വാക്കുകൾ, എത്ര ശക്തമാണ് ആ വാക്കുകൾ, എത്ര വിനയമാണ് ആ വാക്കുകളിൽ തുടിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. നമ്മളോട് ഗവർണർമാര് എന്താ പറഞ്ഞത്? മന്ത്രിമാര് എന്താ പറഞ്ഞത്? ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
സുബ്ഹാനല്ലാഹ്. എന്നിട്ട് എന്താണ് ഉണ്ടായത്? വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒന്നാലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. ചിലര് പറയുന്നു കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ശ്രമിക്കാൻ അല്ലാഹ് തൗഫീഖ് കൊടുക്കട്ടെ. തൽക്കാലം കേന്ദ്രം എന്നുള്ള വാക്കൊന്ന് അറബിയിലാക്കുക, മർക്കസ് എന്നാണ് അപ്പ കിട്ടുക. അപ്പറഞ്ഞത് ശരിയാണ്, മർക്കസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടമാന ആള് പരിഹസിച്ചിട്ടും കുറെ ആള് തെറി വിളിച്ചിട്ടും ചില ആളുകൾ നന്ദി പറയേണ്ടവരാണ്, അവര് നന്ദി പറയാൻ കൂട്ടാക്കാതിരുന്നിട്ടും ഉസ്താദിന് പ്രതിഷേധമില്ല, ഉസ്താദ് ഇട്ടേച്ചു പോയിട്ടില്ല. കലമുടക്കാൻ നമ്മളില്ല. നമ്മൾ ഖുർആൻ ഓതുന്നവരാണ്, ഖുർആന്റെ സന്ദേശം കേൾപ്പിക്കുന്നവരാണ്, ചരിത്രത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതാണ്. ആ മുഖത്തെ താടിരോമങ്ങൾ മുഴുവനും കറുകറുത്ത നല്ല സൗന്ദര്യത്തിന്റെ ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. ആ മുടിച്ചുരുളുകൾ മുഴുവനും വെള്ളിക്കമ്പികളായി മാറിയത് ഈ രാജ്യത്തിന്റെ, ഈ സമുദായത്തിന്റെ, ഈ സമൂഹത്തിന്റെ വേദനകൾക്കൊപ്പം എത്രയെങ്കിലുമൊക്കെ വെയിൽ കൊണ്ടിട്ടാണ്, മഴ കൊണ്ടിട്ടാണ്, മഞ്ഞത്തും ഇരുട്ടത്തും തണുപ്പത്തും അങ്ങനെ വല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി, പരിശുദ്ധ ദീനിന് വേണ്ടി, നമുക്കൊക്കെ വേണ്ടി തന്നെ കുറേയേറെ സഹിച്ചതും ഒരുപാട് അങ്ങനെ ജീവിച്ചു സേവനങ്ങൾ അർപ്പിച്ചതുമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഇനിയും നമുക്കൊരുപാട് ആ നല്ല വായിൽ നിന്ന് വാളായിട്ട് കേൾക്കാൻ, ദുആക്ക് ആമീൻ പറയാൻ, ഉപദേശങ്ങളായി സ്വീകരിക്കാൻ, ആ നല്ല സേവന പ്രവർത്തനങ്ങളിൽ കൈ ഇങ്ങനെ അങ്ങ് കാട്ടുമ്പോ നല്ല രൂപത്തിൽ ആ കൈകളിലേക്ക് വെച്ചു കൊടുക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കോഴിക്കോട്ടങ്ങാടിയിൽ മിമ്പറിന്റെ മുകളിൽ ഒരുപക്ഷെ കൊരങ്ങുകൾ കയറിയിരിക്കുന്ന കാലം പാവങ്ങാട്ടുകാർക്ക് ഓർമ്മയുണ്ടല്ലോ. ചില പള്ളിയിൽ കയറി നോക്കുമ്പോ മിമ്പറിന്റെ മുകളിൽ അമേരിക്കയുടെ പോലീസാണോ ഇസ്രയേലിന്റെ പട്ടാളമാണോ എന്ന് തോന്നുന്ന രൂപത്തിൽ പല പ്രകടനങ്ങളും വാകീറിയിട്ട് പറയുന്ന തോന്നിവാസം. ഇമാം ബുഖാരിയെ ചീത്ത വിളിക്കാണ്, ജീലാനി തങ്ങളെ ചീത്ത വിളിക്കാണ്, റിഫാഴി ശൈഖിനെ കളിയാക്കാണ്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി. സുഹൃത്തുക്കളെ, മാലിക് ദീനാർ തങ്ങളെ കാലത്തെ പള്ളിയുള്ള കോഴിക്കോട്ടങ്ങാടിയിൽ മുസ്ലിമീങ്ങള് വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാൻ ജുമാക്ക് വേണ്ടി ഒരിടം തേടുമ്പോ പട്ടാള പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, മുഹയ്യിദ്ദീൻ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഖലീഫ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ലിവായി പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. സകലം കട്ടെടുത്ത പള്ളി മോഷണക്കാര് എന്തൊക്കെയാണ് അക്കാലത്ത് ചെയ്തു കൂട്ടിയത്. വാഫഖി തങ്ങളെ അപമാനിച്ചവരല്ലേ അവര്, ശംസുൽ ഉലമാനെ അപമാനിച്ചവരല്ലേ അവര്. കാന്തപുരം ഉസ്താദ് 40 വയസ്സ് പൂർത്തിയായതേ ഉള്ളൂ. ഉസ്താദ് അവർകള് പണി തുടങ്ങി, പാട നയിച്ചു, പ്രതികരിച്ചു, സമൂഹത്തെ ചേർത്തു പിടിച്ചു, യാത്രകൾ ആരംഭിച്ചു. അറബ് ലോകത്തിന് ഈ സമൂഹത്തെ പരിചയപ്പെടുത്തി. സാധു യുവാക്കളിലേക്ക് ഉസ്താദ് അവർകൾ ഇറങ്ങി, വിദ്യാർത്ഥികളെ ഉസ്താദ് അവർകൾ വളർത്തിയെടുത്തു, ഉമറാക്കളെ ഉസ്താദ് അവർകൾ ചേർത്തു പിടിച്ചപ്പോ കോഴിക്കോട്ടങ്ങാടിയിൽ ഉസ്താദ് നിർമ്മിച്ച 40-ലേറെ മസ്ജിദുകളിൽ നമുക്ക് അന്തസ്സായി ദീനനുസരിക്കുന്ന ശറഇന്റെ വെളിച്ചത്തിലുള്ള സുന്ദരമായ ജുമുഅകൾ നമുക്കിന്ന് തണലായി നമുക്ക് കാണാനുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പലർക്കും മതിയായി, ജമാഅത്തുകാരി പരിപാടിയൊക്കെ നിർത്തിവെച്ച് പോവാണ്. മുജാഹിദ് 8 നിലയിൽ പൊട്ടിയും പിളർന്നും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ഉസ്താദ് അവർകളെ രാഷ്ട്രീയത്തിന് വേണ്ടി വേട്ടയാടിയ ആളുകൾ അവരും ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ സേവനം തിരിച്ചറിയുകയാണ്. ആലിമിന്റെ തലപ്പാവ് രാഷ്ട്രീയക്കാരന്റെ അമ്മിയുടെ അടിയിൽ പണയം വെച്ചുപോയി. ആലിമെടുത്ത തീരുമാനം, ആലിമീങ്ങളുടെ സഭകളെടുത്ത ഒന്നിച്ചെടുത്ത തീരുമാനം 4 കൊല്ലം കഴിഞ്ഞിട്ടും കട്ടപ്പുറത്ത്, 10 കൊല്ലം കഴിഞ്ഞാലും കട്ടപ്പുറത്ത്, 100ാം വാർഷിക ആചരിക്കുമ്പോഴും ആലിമ് പറഞ്ഞത് നടക്കൂല. ഈ സ്വഭാവത്തിൽ അവഹേളിക്കപ്പെടുന്നൊരു കാലത്ത് ആരും ആലിമിനെ പിടിച്ചുകെട്ടരുത്, ആലിമിന്റെ താടിക്ക് തീ കൊടുക്കരുത്, ആലിമിന്റെ കാലുകളിൽ കൂച്ചുവിലങ്ങിടാൻ ഒരുത്തനെയും സമ്മതിക്കൂല.
ആലിമ് വിളിച്ചാൽ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരും, പ്രധാനമന്ത്രിമാർ ഇങ്ങോട്ട് വരും. പ്രധാനമന്ത്രിമാരെ ഏതൊക്കെ ആളുകളെ എന്തിനു പോയി ചെന്ന് കാണണം, അങ്ങോട്ട് ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഗുജറാത്തിലും കാശ്മീരിലും ഉൾപ്പെടെ, ആസാമിലും ഗോഹട്ടിയിലും ഉൾപ്പെടെ, ബംഗാളിലും ഒറീസയിലും ഉൾപ്പെടെ പരിശുദ്ധ ദീനിന്റെ സന്ദേശം ആ പ്രദേശത്തെ പ്രവർത്തകരെയും പണ്ഡിതന്മാരെയും കൂട്ടിപ്പിടിച്ച് ന്യൂനപക്ഷ സമൂഹത്തിന്റെ അവകാശം പറയാനുള്ള ആ തീരുമാനവും ചങ്കൂറ്റവും സുബ്ഹാനല്ലാഹ്, പാതിരാവിന് പടച്ച തമ്പുരാനോട് തഹജ്ജുദും നിസ്കരിച്ച് ദുആ ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, വല്യുമ്മമാര് ഈ മജ്ലിസിലുണ്ട്. കാലിന് ചുവപ്പ് മാറാത്ത ചെറിയ കുഞ്ഞുമക്കള് ഈ മജ്ലിസിലുണ്ട്. അവരൊക്കെ ഉസ്താദിന് വേണ്ടി ദ്വാരക്കണേ. അത് നമ്മുടെയൊക്കെ സന്തോഷത്തിനാണ്, നമ്മുടെ ഉമ്മത്തിന്റെ സന്തോഷത്തിനും പൊരുത്തത്തിനും വിജയത്തിനുമാണ്. എല്ലാവരോടും അതിനുവേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഹാഫിളീങ്ങൾ അൽഹംദുലില്ലാഹ് സനദ് വാങ്ങുന്നു. ഉസ്താദിന്റെ കണ്ണുകൾ നനഞ്ഞത് നമ്മൾ കണ്ടോ? ഒരൊറ്റ ഹാഫിള് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് അഹ്ലുസുന്നത്തിന്റെ 3500 ഹാഫിളുകൾ കേരളത്തിലുണ്ട്. അതിലെ 3000 ഹാഫിളീങ്ങളെയും വളർത്തിയത് ഉസ്താദ് തന്നെയാണ് എന്ന് നമ്മൾ അറിയണം. ആ ഹാഫിളീങ്ങളെ ഉസ്താദ് കൊണ്ടുപോയി അറബ് ലോകത്ത് UAE-യിലെ 300 മിഹ്റാബുകളിൽ ലോകത്തെ 250 രാജ്യങ്ങളിലെ ആളുകൾ നിരന്തരം പെരുമാറുന്നിടത്ത് 300ഓളം മിഹ്റാബുകളിൽ സഖാഫികളും ഹാഫിളുകളും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലെ മഹത്തായ ദീനീ സ്ഥാപനങ്ങളിലെ ബിരുദമുള്ള പണ്ഡിതന്മാരും അൽഹംദുലില്ലാഹ് ഉസ്താദാണേ അറബികളെ കണ്ടത്, ഉസ്താദാണേ പാതിരക്ക് അവരുമായി സംസാരിച്ചത്, ഉസ്താദാണേ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇവർക്ക് ദുആയും സ്വലാത്തും പറഞ്ഞു കൊടുത്തത്. അവരെയൊക്കെയും എല്ലാം അങ്ങ് തള്ളി മാറ്റി മൗറിത്താനിയയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നൊക്കെ വേറെ ഓരോരുത്തരെ നിയമിക്കാൻ ചരടുവലി നടക്കുമ്പോൾ അവിടെയൊക്കെ ഫോൺ വിളിച്ചും നേരിട്ട് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞും ഈ പട്ടിണിപ്പാവത്തെ ലക്ഷക്കണക്കിന് മോമിനീങ്ങളെ സങ്കടം ഉത്തരവാദപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ചെയ്തത് പറഞ്ഞാൽ തീരൂല. ആ അധ്വാനത്തിന്റെ പ്രതിഫലനം ഈ ഉമ്മത്ത് അനുഭവിക്കുകയാണ്. തെറി വിളിച്ചോലും അനുഭവിക്കുകയാണ്. പല ആളുകളും ജീവിച്ചത് തന്നെ ഉസ്താദിനെ തെറി വിളിച്ചും ആ രൂപത്തിൽ ഫോട്ടോ പിടിച്ചും അങ്ങനെ പലയിടത്തും സാന്നിധ്യം അറിയിച്ചിട്ടും സുബ്ഹാനല്ലാഹ് ആർക്കും ഉസ്താദിന്റെ കൂടെ എത്താൻ കഴിയില്ല. ഉറപ്പാണ്. അവരും പരാജയം സമ്മതിക്കുന്നത് നമ്മൾ കാണാൻ. മുഅ്മിനീങ്ങളെ, ഇത് അല്ലാഹുവിന്റെ വാത്സല്യമാണ്. മുത്തു റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന്റെ ബറക്കത്തും വിജയവുമാണ്. നമ്മൾ ധാരാളം സ്വലാത്തു ചൊല്ലണേ, എപ്പോഴും ഖുർആൻ ഓതണേ. ഹാഫിളീങ്ങൾ ഖുർആൻ ഓതി പഠിച്ചിട്ടുണ്ടോ, കാര്യമുണ്ടോ എന്ന് പുതിയങ്ങാടി മഹല്ലില് ഇപ്പരിസരത്ത് ആരും ചിന്തിക്കൂല. ഇദാ ഖറഅതൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതിയാൽ ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി, നിങ്ങളെ പിടിച്ചു തിന്നാൻ വരുന്ന ദജ്ജാലായാലും ഖാറൂനായാലും അബൂജഹൽ ആയാലും കണ്ണിൽ ചോരയില്ലാത്ത, മനുഷ്യപ്പറ്റില്ലാത്ത, മുലപ്പാലിന്റെ മണമെന്തെന്ന് തിരിച്ചറിയാത്ത, ഉമ്മപങ്ങന്മാരാരാന്ന് മനസ്സിലാക്കാത്ത, കൊമ്പുള്ള വാലുള്ള ഏതൊക്കെ ജീവി നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ വന്നാലും നിങ്ങളെ വീട്ടിൽ ഖുർആൻ ഓതുമെങ്കിൽ, നാട്ടിൽ ഖുർആൻ ഇങ്ങനെ ഓതി ഉയർത്തി നമ്മൾ അതിൻ്റെ ആളുകളാണ്, ആ ഐഡന്റിറ്റി നമ്മൾ നിലനിർത്തുമെങ്കിൽ ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ, നല്ലൊരു ഉരുക്കുമതില്, പരിരക്ഷ, പടച്ചട്ട, ഉരുക്കുകോട്ട പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്കുണ്ടാക്കി തരും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അല്ലാഹുവേ, ഞങ്ങളെ നാട് ഇനിയും നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളെ രാഷ്ട്രം ഇനിയും നിലനിർത്തണേ അല്ലാഹ്. ഈ രാജ്യത്തെ വെട്ടിപ്പിളർക്കുന്ന പലരുണ്ട്, അവരെ ശർറിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. കള്ളവോട്ട് കണ്ടമാനം പലരും വാരിക്കോരി എഴുതി ചേർക്കുമ്പോ വലത്തും ഇടത്തും ഒക്കെ ഉള്ള ആളുകൾ ഉറങ്ങിപ്പോയോ? ഉത്തരവാദപ്പെട്ട വലിയ വലിയ ആളുകൾ ഇന്നും ചിലപ്പോഴും ചിലരൊന്നും മിണ്ടുന്നില്ലല്ലോ. നമുക്ക് ബേജാറുണ്ട്. അല്ലാഹുവേ, നല്ല വാർത്തകൾ കേൾപ്പിച്ചു തരണേ അല്ലാഹ്. നല്ല വാർത്തകൾ, നല്ല കാഴ്ചകൾ നീ കാണിച്ചു തരണേ അല്ലാഹ്.
ഈ നാട്ടിന് ഇനിയും ലോക രാജ്യങ്ങൾക്കിടയിൽ തല ഉയർത്തി നിൽക്കാനുള്ള തൻ്റെ ഇടം നീ നൽകണേ അല്ലാ.